Hi all, welcome back to the channel Social Work Education. Today we are going to discuss the topics reliability and validity. What is reliability? Reliability എന്ന് പറഞ്ഞാൽ എന്താണ്? Reliability means trustable things, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, the things which we can trust. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? അപ്പം നമ്മുടെ ഫ്രണ്ട് പറയുകയാണ് ഇടിയപ്പവും മുട്ടക്കറിയും. ഈ സെയിം ക്വസ്റ്റ്യൻ 10 മിനിറ്റ് കഴിഞ്ഞും നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്? അപ്പോൾ ഫ്രണ്ട് പറയുകയാണ് പാലപ്പവും ചിക്കൻ കറിയും. Again we are repeating the same question after 10 or 20 minutes to our friend and നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് പുട്ടും കടലയും. സോ എന്താണ് ഈ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്ക്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് നോർമലി പേപ്പറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചോദിക്കാറുണ്ടല്ലേ, നിനക്ക് മാത്സിന് എത്ര മാർക്ക് കിട്ടി? അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റിപ്ലൈ ചെയ്യാണ്, എനിക്ക് 75 മാർക്സ്. Again after some time you asking the same question or repeating the same question to your friend and you got the reply that I got only 65 marks. And after few minutes or few time you asking repeating the question, same question again to your friend, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് I got only 50 mark. So the answer is not reliable അല്ലെങ്കിൽ കറക്റ്റ് അല്ല. സോ നമ്മളൊരു ബി പി അപ്പാരറ്റസ്, നമ്മളൊക്കെ ബി പി ചെക്ക് ചെയ്യാറായിട്ടുണ്ട്, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ബി പി അപ്പാരറ്റസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും 8 മണിക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ 8 മണി ആയപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തപ്പം 120/80 ആണ് എനിക്ക് കിട്ടിയത്. 8:10 ഐ റിപ്പീറ്റഡ് ദ സെയിം പ്രൊസീജിയർ ആൻഡ് ഐ ഗോട്ട് സം വാട്ട് സെയിം 120/80 എനിക്ക് കിട്ടി. ആൻഡ് എഗെയിൻ അറ്റ് 8:30 8:30 വീണ്ടും ഞാൻ ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ യു ക്യാൻ ടെൽ ഇറ്റ് ആസ് എ റിലയബിൾ ഇൻസ്ട്രുമെൻറ്റ്. ബി പി അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു റിലയബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ആൻഡ് ദ റിസൾട്ട് ഈസ് റിലയബിൾ. സോ ഇറ്റ് ഈസ് ഗിവിംഗ് ദ റിപ്പീറ്റഡ് സെയിം ഓർ നിയർ ബൈ റിസൾട്ട്. സോ ഇറ്റ് ഈസ് എ ട്രസ്റ്റബിൾ അല്ലെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് റിലയബിലിറ്റി. Okay, so the consistency and accuracy of the research tool to give same or nearby similar results. So we can call that tool as reliable tool. സെയിം അല്ലെങ്കിൽ നിയർ ബൈ സെയിം റിസൾട്ട് തരുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഹൗ വി ക്യാൻ മെഷർ റിലയബിലിറ്റി. ഈ റിലയബിലിറ്റി നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാമെന്ന് കാണാം. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. STABILITY സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. സ്റ്റെബിലിറ്റി ഈസ് ഓൾസോ കോൾഡ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. Stability means ability of the tool to give the repeated results when it is tested for more than 2 times. Stability means ability of the tool. ഒരു ടൂളിൻ്റെ കഴിവാണ് to give the repeated results when it is tested for more than 2 times. So more than 2 times you are testing and you are getting repeated same results. So you can call it as stable or stability is there. Okay, so if you have a questionnaire and you are going to your sample tomorrow also you giving the same questionnaire among your sample, so you will get എന്താണ് 2 സ്കോർസ്. സെയിം ക്വസ്റ്റ്യനെയർ ആണ്, ഇന്നും ഞാൻ കൊടുത്തു നാളെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 2 ദിവസത്തെ സാമ്പിളും എന്താണ് 2 സ്കോറാണ് കിട്ടുന്നത്. സോ യു ക്യാൻ കമ്പയർ ദ റിലേഷൻഷിപ്പ്, ദ കോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസൾട്ട്സ്, വെദർ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ദെയർ ഓർ നോട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ സ്റ്റെബിലിറ്റി. So to calculate the stability you are using test result retest method. So that is testing again you are conducting a retest. Same sample ൻ്റെ ഇടയ്ക്കൽ സെയിം ക്വസ്റ്റ്യനെയർ ഞാൻ വീണ്ടും യൂസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. So if stability is there for an instrument you can call reliability is there. Stability ഉണ്ടെങ്കിൽ definitely we can say that there is reliability ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി. അതിനെ എന്താണ് ഹോമോജീനിറ്റി എന്നും പറയാറുണ്ട്. ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഇറ്റ് മീൻസ് സെയിം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി മീൻസ് ഫോർ എ റിസർച്ച് ടൂൾ all subparts should measure the same characteristics only. Okay, so that means suppose if you made a rating scale to assess the pain and you are dividing that into 2 parts. ഒരു റേറ്റിംഗ് സ്കെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്, അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇഫ് ദെയർ ഇസ് 30 ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ ഉണ്ട്, ആദ്യത്തെ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ യു ആർ ഡിവൈഡിങ് ഇൻ ടു 1 പാർട്ട്. ഫസ്റ്റ് പാർട്ടായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു. എഗെയിൻ ദ 16 to 30 ക്വസ്റ്റ്യൻസ് യു ആർ ഡിവൈഡഡ് ഇൻ ടു
another part, second part. So you are giving that rating scale to the sample. So part 1 and part 2 are giving, and you are collecting both rating scales and you are checking the result and you are comparing that result. So is there any correlation between these two parts? So your research tool have 30 questions and you are divided into say that research tool into two parts. So to calculate the internal consistency, the method used is split half method. Okay, here we splitted the half and you can split it by 1 to 15. ആദ്യത്തെ 15 എണ്ണം, then എന്താണ് 16 മുതൽ 30 വരെയുള്ള സെക്കൻഡ് ഹാഫ്. ഓർ എൽസ് യു ക്യാൻ ഡിവൈഡ് ബൈ ഓഡ് ഈവൻ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യത്തില്ല. അതായത് 1, 3, 5, 7, 9 ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ 2, 4, 6, 8, 10 ആ ഒരു രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഓൾ ദീസ് ടു അസസ് ദ പെയിൻ. ബേസിക്കലി ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം എന്താണ്, ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്താലും എങ്ങനെ നമ്മൾ സബ് പാർട്ടിനെ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അസസ് ചെയ്യാനായിട്ടാണ്. സോ ഓൾ 30 ക്വസ്റ്റ്യൻസ് യു ക്യാൻ അസസ് ഡിപ്രഷൻ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. യു കാൺ അസസ് എന്താണ് വേറെ ഏതെങ്കിലും എന്താണ് പെയിന് പകരം വേറെ എന്തെങ്കിലും ഈ ഒരു 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഓൾ സബ് പാർട്സ് ഷുഡ് മെഷർ സെയിം ക്യാരക്ടറിസ്റ്റിക്സ്. പെയിൻ മാത്രമേ നമുക്ക് ഈ സബ് പാർട്സ് 30 ക്വസ്റ്റ്യൻസും കൊണ്ട് അസസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ വേറെ ഏതെങ്കിലും എന്താണ് കോൺസെപ്റ്റ്സ് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, തേർഡ് വൺ ഈസ് ഇക്വലൻസ്. EQUIVALENCE ഇക്വലൻസ്, അല്ലെങ്കിൽ എന്താണ് ഇൻ്റർറേറ്റർ ഓർ ഇൻ്റർ ഒബ്സർവർ എന്ന് പറയും. ഇൻ്റർ ഒബ്സർവർ റിലയബിലിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ അല്ലേ, സെയിം വാല്യൂ ഓർ സെയിം റിസൾട്ട്. ഇക്വലൻസ്. ഓക്കെ, സപ്പോസ് two examiners will use one research tool. That is, you have a research tool and 2 examiners using that same tool. Assessing a sample by using a single sample tool by 2 examiners, that is called equivalence. ഒരേ സെയിം ടൂള് 2 എക്സാമിനേഴ്സ് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈവയ്ക്ക് നമ്മൾ ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ 2 എക്സാമിനേഴ്സ്, അതായത് ഇൻറ്റേർണൽ എക്സാമിനറും എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് ആർ ഫോളോയിങ് ദ സെയിം ചെക്ക് ലിസ്റ്റ്. അതാണ് അതിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ വെദർ ദ ട്രെയിനി ലേൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക്, അതാണ് അതിനകത്ത് ഒരു ചെക്ക് ലിസ്റ്റ് വരുന്നത്. സോ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് വിൽ പുട്ട് ടിക്ക് മാർക്ക് അല്ലേ. ട്രെയിനി എന്താണ് ഈ ഒരു പ്രോസസ്സ് വഴി സോഷ്യൽ വർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനറും എക്സ്റ്റേണൽ എക്സാമിനറും അത് ടിക്ക് ചെയ്യും. സോ ലൈക്ക് ദാറ്റ് ബോത്ത് അസസിങ് ദ സെയിം സാമ്പിൾ ബൈ യൂസിങ് സെയിം tool. So here we can see 2 examiners, 2 examiners ഉണ്ട്, but they are using single അല്ലെങ്കിൽ same tool to assess the sample, and you will get 2 results from the 2 examiners. So both the results you are comparing and you are checking the correlation. So is there any correlation coefficient? There is not, so that this is called എന്താണ് ഇൻ്റർലേറ്റർ അല്ലെങ്കിൽ ഇൻ്റർ ഒബ്സർവർ റിലയബിലിറ്റി. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത്.